സർ, വ്യവസായങ്ങൾക്കുള്ള മാറ്റം, സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ അഗ്രിപ്രനർഷിപ്പ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റിയുടെ പുരോഗമനം, നീഡ് ഫോർ റാഡിക്കൽ ചേഞ്ചസ് ഇൻ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ സ്റ്റേറ്റ്, ഇതിനെ പറ്റിയൊക്കെ നമ്മൾ കുറേ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ആക്ടിവിറ്റി, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഉപദേശമെന്നോ അഡ്വൈസ് എന്നോ അല്ലെങ്കിൽ കോച്ചിങ് എന്നോ അല്ലെങ്കിൽ ട്രെയിനിങ് എന്നോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ വാക്യത്തിൽ പറയുന്ന മെൻറ്ററിങ് എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ മെൻറ്ററിങ്, ബിസിനസ് മെൻറ്ററിങ് എന്ന് പറയുന്ന പോലെ ലീഡർഷിപ്പ് മെൻറ്ററിങ്ങും ഒരു വളരെ അത്യാവശ്യമായ കാര്യമാണ്. നമ്മളിപ്പോൾ പൊളിറ്റിക്കൽ വിങ്സിലൊക്കെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ അനുസൃതമായ ലീഡർഷിപ്പ് വരികയാണെന്നുണ്ടെങ്കിലും അവരെ ഒരു എന്താ പറയുക, വാല്യൂ സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെൻറ്ററിങ് അല്ലെങ്കിൽ നീഡ് ഓഫ് ദ അവർ ബേസ്ഡ് ആയിട്ടൊരു മെൻറ്ററിങ്ങിൻ്റെ ആക്ടിവിറ്റി അല്ലെങ്കിൽ അത് എങ്ങനെ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും സർ? ഒരു ഇൻഡസ്ട്രിയസ് കൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ പറയും ഗുജറാത്തീസ്, മാർവാഡീസ്, സിന്ധീസ്, ഇതൊരു വലിയ കൾച്ചറാണ്. ആരബ്സ്, അതെ, അങ്ങനെ ഒരു ബിസിനസ് സമൂഹം ഹിസ്റ്റോറിക്കലി കേരളത്തിൽ ഇല്ല. അങ്ങനത്തെ ഒരു കൾച്ചറുള്ള ഒരു വെൽനിറ്റ് കമ്മ്യൂണിറ്റി നമുക്കില്ല വിത്തിൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള. നമ്മൾ മച്ച് മോർ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഗുജറാത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ മെൻറ്ററിങ് എന്ന് പറയുന്നത് ഇപ്പോൾ തിയറിറ്റിക്കൽ മെൻറ്ററിങ് അല്ല, അവിടെ പ്രാക്ടിക്കൽ മെൻറ്ററിങ് നടക്കുന്നത് നമ്മൾ ഗുജറാത്തിയായിട്ട് സംസാരിച്ചാൽ അറിയാം. അപ്പോൾ അവർ ചുമ്മാ വേറൊരാളെ കാണുകയാണ്, വട്ട് യു ഡു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുക, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന് അവൻ അങ്ങോട്ട് ചെയ്യും. ഹീ സീ എ ബിസിനസ് ഇൻ ഹെൽപ്പിംഗ് ഹിം. അല്ലേ? അപ്പോൾ ഹീ ഈസ് റെഡി ടു അഡ്വാൻസ് ഷെയർ ക്യാപിറ്റൽ ടു ഹിം, ഹീ റെഡി ടു ഗിവ് ലോൺ ടു ഹിം. അപ്പം അയാളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് മാനാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പം അത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് വർഷങ്ങളായിട്ടുണ്ടാക്കി എടുത്തൊരു സാധനമാണ്. അപ്പം കേരളത്തിൽ ഞാൻ നേരത്തെ പോലെ ഈ സംരംഭകത്വം എന്ന് നമ്മൾ പറഞ്ഞു വന്നത് അത് ജീവിതത്തിലെ ഒരു വലിയ ഗോളായിട്ട് നിൽക്കുന്ന ഒരു സമൂഹം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. കൂടുതൽ ആളുകൾ ഈ എൻ്റർപ്രനർഷിപ്പ് ആണ് എൻ്റെ ലൈഫ്, അതിൽ കൂടി ഞാൻ എന്നെ സഹായിക്കും, എൻ്റെ ചുറ്റുപാടിലുള്ള ആളുകളെ സഹായിക്കും, കുറേ പേർക്ക് ഞാൻ ജോലി കൊടുക്കും. അപ്പോൾ എനിക്ക് വേറൊരുത്തൻ വന്നു കഴിഞ്ഞാൽ എന്നെ കോമ്പീറ്റ് ചെയ്യുന്നവനല്ലെങ്കിൽ, കോമ്പറ്റീറ്ററെ ഞാൻ പോയി സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞു, കോമ്പറ്റീറ്റർ അല്ല, എൻ്റെ മേഖലയല്ല, വേറൊരിടത്ത് ഡെവലപ്പ് ചെയ്യുന്നതിന് അവനെ സ്വല്പം ഔട്ട് ഓഫ് ദി വേ പോയി ഹെൽപ്പ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അങ്ങനെ ഒരു സമൂഹത്തിൽ മാത്രമേ ആ പറഞ്ഞ മ്യൂച്വൽ ഹെൽപ്പ് കിട്ടുകയുള്ളൂ. ഞാൻ ഒറീസയിൽ കേരള കേഡറിൽ വരുന്നതിന് മുമ്പ് ഒറീസ കേഡറിലായിരുന്നു. അപ്പോൾ അവിടെ ഐ കെയിം അക്രോസ് ഒരു വളരെ അണ്ടർ ഡെവലപ്ഡ് കലകണ്ടി ജില്ലയിൽ അവിടുത്തെ ബിസിനസ്മാൻ മുഴുവനും മാർവാടി കയ്യിലാണ്, ജെയിൻസ്, അഗർവാൾസ്. അപ്പോൾ ഒരു ജെയിന് വളരെയധികം ബിസിനസ് പൊട്ടിപ്പോയി. അയാളെ എന്തോ ഗവൺമെൻറ് പിടിച്ച് അയാളുടെ സാധനങ്ങളെല്ലാം അക്വയർ എന്നൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പം അയാൾ എന്നോട് ഒന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ഹി സേസ്, ഞാൻ കാറിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ്, ഞാനിപ്പോൾ സൈക്കിളിലാണ്, ഞാൻ ആ സൈക്കിളിൽ നിന്ന് വീണ്ടും തുടങ്ങി. അത് വളർന്നു വരുന്ന സമയത്ത് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഈ പട്ടണത്തിൽ മാത്രമല്ല മറ്റു പട്ടണത്തിലുള്ളവരെല്ലാം അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ അങ്ങനെ ഞാനൊരു ബിസിനസ് ചെയ്യൂ, എൻ്റെ ചുറ്റുപാടുമുള്ളവർ ചെയ്യാത്ത വേറൊരെണ്ണം കണ്ടുപിടിച്ചു. അപ്പോൾ അവരെന്നെ സപ്പോർട്ട് ചെയ്ത് അതിൽ പറയാം, ഞാനിപ്പം കംപ്ലീറ്റ്ലി ഡൗൺ ആയിട്ട് നിൽക്കുകയാണെങ്കിലും ഒരു 15 വർഷം കൊണ്ട് ഞാൻ പഴയ പോലെ വളർന്നെടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാനിപ്പോൾ ചെയ്യുന്ന ആക്ടിവിറ്റിയെ കോമ്പീറ്റ് ചെയ്യാത്ത എല്ലാവരും എന്നെ സഹായിക്കും, ഒരു പിയർ ഗ്രൂപ്പ് സപ്പോർട്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വളർന്നു. ഇപ്പം കേരളത്തിലൊന്നും ഇല്ലെന്നല്ല, ഇപ്പം നമ്മൾ സിലിക്കൺ വാലിയിലെല്ലാം ഡെവലപ്പ് ചെയ്ത് അങ്ങനെ തന്നെയാണല്ലോ. അവർ ഡെവലപ്പ് ചെയ്ത് വേറൊരാളെ സപ്പോർട്ട് ചെയ്തു, അവർ ഫണ്ട് ചെയ്തു, നമ്മളതിനെ സീഡ് ഫണ്ടിങ്ങെന്നോ അല്ലെങ്കിൽ സീരീസ്, ഇതൊക്കെ ഈ പറഞ്ഞ വാക്കെല്ലാം നമ്മുടെ സാധാരണ ഭാഷ പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കൾച്ചറിലേക്ക് വരും. നമ്മളിപ്പോൾ സ്റ്റാർട്ടപ്പ് തുടങ്ങിയ സമയത്ത് ഒരു ടെക്നോളജി ഇല്ലാത്ത ആളുകൾ ടൈയിൽ കൂടി വന്ന് ചില പേർക്ക് ഫണ്ട് ചെയ്തു. എനിക്കറിയാം ആ കാലത്ത് ഒത്തിരി പേരുണ്ട്, പക്ഷെ അവരാരും ഇപ്പോഴും അതിനകത്തില്ല. ഞാൻ അന്ന് ഫണ്ട് ചെയ്ത ആളുകളെല്ലാം ഇത്തിരി നഷ്ടമൊക്കെ വന്ന് കാണും, അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ അവർ അതിനകത്ത് അവരുടെ മൈൻഡ് പോയി കാണും. അപ്പം അങ്ങനെ ആ കോ സപ്പോർട്ടിങ് കമ്മ്യൂണിറ്റി കൂടി ഡെവലപ്പ് ചെയ്ത് വരണം. അതിപ്പോൾ വരുന്നുണ്ട്, ഇല്ലെന്നില്ല, പക്ഷേ അതൊന്നുകൂടി ഒന്ന് ഡീപ്പ് റൂട്ടഡ് ആകും. ഞാനീ പറഞ്ഞ ഈ റിസ്ട്രിക്റ്റീവ് പാർട്ടുകൾ മാറിക്കഴിയുമ്പോൾ എല്ലാവരും അങ്ങോട്ട്, ഇപ്പം ഞാൻ ഈ റിസ്ട്രിക്ഷൻ നിൽക്കുമ്പോൾ നിങ്ങളെ സഹായിച്ചാലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോന്ന് പേടി എൻ്റെ മനസ്സിൽ തന്നെ അങ്ങനെ ഒരു പേടി എല്ലാവരുടെ വശത്തുണ്ട്. അതാണ്, അത് മാറണം. കാരണം ഇവനെ വളർന്നു വരും എന്ന് എനിക്ക് ബോധ്യം വരണമെങ്കിൽ
അവന് വളരാനുള്ള സാഹചര്യം ഈ നാട്ടിലുണ്ട് എന്ന് എനിക്കും കൂടെ തോന്നണ്ടേ. അതെ, എങ്കിലല്ല ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യും. ഇപ്പം ഞാൻ ഈ ഉദ്ദേശിക്കുന്ന പിന്നെ ഈ ലെജിസ്ലേറ്റീവ് ആൻഡ് പോളിസി ചേഞ്ചസ് എന്ന് പറയുന്നത് ബ്രിങ്സ് ഇൻ ടു ദാറ്റ് ടൈപ്പ് ഓഫ് an ഇൻഡസ്ട്രിയസ് കൾച്ചർ അതെ, എമംഗ് എ പോപ്പുലേഷൻ ഗ്രൂപ്പ്. യെസ്, അത് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് പിന്നെ അത് മൾട്ടിപ്ലൈ ചെയ്ത് പോകും. അതെ, ആ ഒരു ത്രഷോൾഡ് ലെവലിൽ നമ്മൾ എത്താനായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഇതിൻ്റെ ആവശ്യം. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഗോസ് ഓൺ, പിന്നെ അതാ ഒരുമാതിരി സ്റ്റേബിളായിട്ട് പൊക്കോളും. നമ്മൾ ഈ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ഈ ഇൻഡസ്ട്രിയൽ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി അസിസ്റ്റൻസ് അല്ലെങ്കിൽ മേ ബി ടു ദ എക്സ്റ്റെൻറ്റ് ഗവൺമെൻറ്റൽ അസിസ്റ്റൻസ് കൂടി ചേർന്നിട്ടുള്ള ഒരു മെൻറ്ററിങ് കൾച്ചർ നമുക്ക് സൃഷ്ടിക്കാനാകുമോ കേരളത്തിനകത്ത്? അല്ല, അതിന് നമുക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മനോഭാവം മാറിക്കഴിഞ്ഞാൽ അവർ ഇനിഷ്യൽ മെൻറ്റേഴ്സാണ്, അവരുടെ അടുത്ത് ആണല്ലോ ഇനി കാര്യത്തിന് ബന്ധപ്പെടുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അന്നൊരു കാലത്ത് ഒരു 2003 ആണെന്ന് തോന്നുന്നു 2 പരിപാടി ചെയ്തു. ഒരു യൂണിഡോയുടെ ഒരു എംപ്രടെക് പ്രോഗ്രാമിൽ ഞങ്ങളുടെ കുറേ ഉദ്യോഗസ്ഥന്മാരെയും ഈ എൻ്റർപ്രന്യൂഴ്സിനെയും ഒരുമിച്ച് വിട്ടു. അത് കണ്ടിന്യൂ ചെയ്തു, കുറേ കാലത്തേക്ക് പിന്നെ ഉണ്ടായിരുന്നു. കുറേ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഉദ്യോഗസ്ഥന്മാരെ ഞാൻ ഈ ഡയറക്ടറായിരുന്ന കാലത്ത് അമൃതാനന്ദമയുടെ എട്ടിമടയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 2 വീക്സ് അവിടെ അടച്ചിട്ടിട്ടേയും ചെയ്തു ഫുള്ള്. അതെ, അപ്പോൾ അവരുടെ മനോഭാവം കുറച്ച് മാറ്റിയെടുത്തു. അപ്പം ഉദ്യോഗസ്ഥന്മാരുടെ ഇടയ്ക്ക് വലിയ മാറ്റം ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തിൽ ഞാൻ കാണുന്നുണ്ട്. പിന്നെ പുതിയ യങ്സ്റ്റേഴ്സ് വന്നവരൊക്കെ ഈ മോഡേണായിട്ട് വന്നവരായതുകൊണ്ട് ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കരമായിട്ട് ഇപ്പോൾ ലിബറലൈസ് ചെയ്തിട്ടുണ്ട്. അവർ ഈ സ്ട്രാങ്കിൾ ഹോൾഡിൽ നിർത്തുന്നില്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പം അതുപോലെ സർക്കാരിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഇതുപോലത്തെ ഈ ഫസ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് ബാക്കികളിൽ കൂടെ എല്ലാം പണത്തിൽ കൂടെ ആകണമെന്നില്ല, ബാക്കികളിൽ കൂടെയും അവരുടെ ഈ പറഞ്ഞ റെഗുലേഷൻ ഈസാക്കി പെട്ടെന്ന് ചെയ്തു കൊടുക്കുന്നതിൽ കൂടി ആ ഫസ്റ്റ് ലെവൽ ഓഫ് മെൻറ്റേഴ്സ് എന്ന് പറയുന്നത് സർക്കാർ ഉദ്ദേശിച്ചത്. കാരണം നമ്മുടെ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇപ്പോഴും സർക്കാരിനെ ഗവൺമെന്റ് എന്ത് തരുന്നു എന്നുള്ള തോന്നൽ മൂലം. ഞാനതിൽ തെറ്റും പറയുന്നില്ല. കാരണം അതല്ലാതെ ഈ ഗവൺമെന്റിന്റെ ഒന്നുമില്ലാതെ പോകാമെന്ന് പറയുന്നവർ ഉണ്ടിപ്പോൾ കുറച്ച് അവരും വളർന്നു വരുന്നുണ്ട്. അല്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്കൊരു വളരെ 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 നെഗറ്റീവായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഏകദേശം 1.5 വർഷത്തിന് മുമ്പായിട്ട് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റിൽ സെയിൽസ് ടാക്സ് ഓഫീസേഴ്സിന് വേണ്ടിയിട്ട്, ഗസറ്റഡ് ഓഫീസേഴ്സാണ്, അവർക്ക് വേണ്ടിയിട്ട് ഈ ഇൻഡസ്ട്രിയുടെ വശത്ത് നിന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ വിളിക്കുകയുണ്ടായി. ഇറ്റ് വാസ് വെരി നെഗറ്റീവ്ലി അക്സെപ്റ്റഡ് ബൈ ദ. ഇൻഫാക്ട് അവർക്ക് എൻ്റെ ക്ലാസ്സിൻ്റെ ആവശ്യകത ഇല്ല എന്ന് തോന്നുകയും ഞാൻ ക്ലാസ്സിൽ വന്നപ്പോൾ തന്നെ അവർ വളരെ ഇൻഡിഫറൻ്റായിട്ട് പെരുമാറുകയും അവർ എന്നെ അക്നോളജ് ചെയ്യാൻ വേണ്ടി കൂട്ടാക്കുകയും ചെയ്തിരുന്നില്ല. ഞാനിങ്ങനെ പെട്ടെന്ന് ചോദിച്ചു, അവിടെ എന്നെ കോർഡിനേറ്റ് ചെയ്ത വ്യക്തിയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഒരു, കാരണം എന്നോട് ഒത്തിരി സമയം വേറെ പല കാര്യങ്ങൾക്ക് പോയപ്പോഴത്തേക്ക് വളരെ ഊഷ്മളമായ ഒരു സ്വീകരണമാണ് ഉണ്ടായിരുന്നത്. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, സാർ അവരൊക്കെ ഗസറ്റഡ് ഓഫീസറാണ് സാർ എന്ന ഒരു വാചകത്തിൽ പുള്ളി അത് ഒതുക്കി. ഞാൻ പറഞ്ഞു, ഈ ഉദ്യോഗസ്ഥ പ്രമാണി അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസർ എന്ന് പറയും ഈ മിഡിൽ ലെവലിലാണ് അവിടെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഞാനിപ്പോൾ സാറിൽ ഞാൻ കാണുന്നത് വളരെ കൂടുതൽ സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു സിവിൽ സർവൻ്റാണ് സാർ. അതേസമയത്ത് ഈ മിഡിൽ ലെവലിൽ നിൽക്കുന്ന പ്രൊമോട്ടായി അവിടെ എത്തുക അല്ലെങ്കിൽ അങ്ങനെ ലെവലിൽ എത്തുന്ന ആൾക്കാരിലൊക്കെ ഇപ്പോഴും ആ ആറ്റിറ്റ്യൂഡ് ഞാൻ കൂടുതലായി കാണുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര ഗവൺമെൻറ് ഗസറ്റഡ് ഓഫീസർ എന്ന് പറയുന്ന ഒരു വാക്കെടുത്തുകൾ ഗസറ്റഡ് ഓഫീസറിനെ കൊണ്ട് സർട്ടിഫൈ ചെയ്യുന്ന വാക്ക് ഒരു അതിൻ്റെ ഇപ്പം നമ്മൾ പറയുന്നത് കേരളത്തിലും അതുണ്ടല്ലോ, ഗ്രൂപ്പ് CDA. അപ്പോൾ ഈ ഗ്രൂപ്പ് ഞാനൊരു ഓഫീസറാണ് എന്ന് പറയുന്നതിനകത്ത് ഈ ഞാൻ ഗസറ്റഡ് ആണെന്ന് പറഞ്ഞ എന്തോ ഒരു വലിയ സംഭവമായിട്ട് ഇതൊക്കെ എടുത്തു മാറ്റിയിട്ട് ഈ ഗസറ്റഡ് ഓഫീസർ ഒപ്പിടേണ്ട ആവശ്യമില്ല എന്ന് കേരളത്തിൽ ഇപ്പോഴും അധികം ഉണ്ടായെന്ന് എനിക്കറിയത്തില്ല. ഞാനിരുന്ന കാലത്ത് ഞാൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ എത്ര ശ്രമിച്ചിട്ട് ഈ കുടി ഡൂ ദാറ്റ്. ഓക്കെ, കാരണം അവരെല്ലാം ഒന്നാമത്തെ കാര്യം കേരളത്തിൽ ഒരു പ്രോബ്ലം, മോസ്റ്റ് ഓഫ് ദിസ് പൊളിറ്റീഷ്യൻസ് ആർ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ്. അതെ, അപ്പോൾ അവരെപ്പോഴും ആ യൂണിയൻകാരെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലേ എടുക്കുള്ളൂ. അതൊരു വലിയ, ഞാൻ ഒരു കാലത്ത് അവരെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്, പക്ഷേ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പൂരം പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ MLA-മാരാണെങ്കിൽ തന്നെ 140 MLA-മാണെങ്കിൽ 141 പേരും ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ആണ്. അതെ, ബിസിനസ്സിൽ നിന്ന് വരുന്ന ആളുകൾ അപ്പം നമുക്കത് ഡിക്രൈ ചെയ്യുക. അതെ, അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ കാര്യത്തിനും നമുക്ക് കേരളത്തിൻ്റെതായ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം. കേരളത്തിൽ നിന്ന് ഒരു പ്രൊഫഷണലിൽ വന്ന് പൊളിറ്റീഷ്യനായിട്ട് അതേ രീതിയിൽ മുന്നോട്ട് പോവുകയും ഒരു സൈഡിൽ കൂടി ആൾ ബിസിനസ് ഏൺ ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ വരാം. അതെല്ലാം ഇതിൻ്റെ മാറ്റമായിട്ട് ഉണ്ടാവും. എനിക്ക് 1-2 MLA-മാരെ അറിയാം, നല്ല ലോയർമാർ അവരുടെ ലോ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവർ വോട്ടിൽ പോകുന്നില്ലെങ്കിൽ പോലും അവരുടെ എഴുത്തും കുത്തും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഗെറ്റിംഗ് മണി. അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം കുറവാണ്.
കേരളത്തിലെ പൊളിറ്റിക്സ് ഇത് നമ്മളിപ്പോൾ ഇത് പറയുന്നത് എനിക്ക് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സമൂഹത്തിൽ ഒബ്സർവ് ചെയ്ത കാര്യം പറയുക. അതായത് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സ് കഴിയുക, സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സ് കഴിഞ്ഞാൽ ഉടനെ യൂത്ത് പൊളിറ്റിക്സ് കിടക്കുക. അപ്പോൾ അങ്ങനെ ഒരു ലെവലിലേക്ക് കിടക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒന്നിയിൽ ഇലക്ടോറൽ പൊളിറ്റിക്സിലേക്ക് MLA പോകണം, അല്ലെങ്കിൽ പഞ്ചായത്ത് ലെവലിൽ പോകണം. ഇത് കിട്ടാത്ത ആളുകൾ ട്രേഡ് യൂണിയൻ എടുക്കും, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് എടുക്കും. ക്ലിയർ ആയിട്ട് നിങ്ങൾ നോക്കി കാണുന്നുണ്ട്. വളരെ ഒന്നിയിൽ എന്നിട്ട് കേരളത്തിൽ എല്ലാ ആവശ്യത്തിനും ഓരോ കോപ്പറേറ്റീവ് അങ്ങ് തുടങ്ങുക. അത് പാർട്ടിക്കാർ അവൻ്റെ പാർട്ടിയിൽ അവനൊരു ഓപ്പർച്യൂണിറ്റി, യു ബിക്കം എ കോപ്പറേറ്റർ. യെസ്. എന്നിട്ട് അയാളൊരു ഇതുണ്ടാക്കി കുറേ ഡിപ്പോസിറ്റും വാങ്ങിച്ച് ഈ തരത്തിൽ പോവുകയാണ്. ഈ 3 ലൈനിൽ കൂടിയാണ് മാറുന്നത്. എന്നാൽ ഇവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ കുറച്ച് യൂത്ത് പൊളിച്ചോ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു എൻ്റർപ്രനർ ആവുന്ന ആരും ചിന്തിക്കുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ യൂത്ത് പൊളിറ്റിക്സിൽ നിന്ന് മാറിയിട്ട് എൻ്റർപ്രനർ, അങ്ങനെ എത്ര പേരുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്ന് ഈ സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സ് കഴിഞ്ഞിട്ട് വിദേശത്ത് പോയി ഇവിടുത്തെ ലെഫ്റ്റ് പൊളിറ്റീഷ്യൻ അവിടുത്തെ കുത്തകയായി. അങ്ങനെ കൂടുതൽ പേര് അവിടെ മാറേണ്ടതുണ്ട്. സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സ് ഒന്നും വേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അതിനകത്തും അവർ അതിൽ കൂടി ഒരു പന്താവ് മാത്രം. അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇതാകുന്നില്ല, ഈ സംരംഭത്തെ എന്തുകൊണ്ടൊരു ഹയർ ലെവലിലേക്ക് കൊണ്ടുപോകുന്നു? അവിടെ ആ പന്താവ് ഇങ്ങനെ കേരളത്തെ പൊളിറ്റിക്സിൽ ഉണ്ടാക്കി വെച്ചിരിക്കുക. യൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇലക്ടോറൽ പാർട്ട്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അതിലൂടെ നമ്മൾ ട്രേഡ് യൂണിയനിസ്റ്റ്, അത് ചെന്ന് അവസാനം MLA കലാശിക്കാം, മന്ത്രി വരെ കലാശിക്കാം, ഇപ്പുറത്ത് ട്രേഡ് യൂണിയൻ ലീഡറായിട്ട് കലാശിക്കാം, അപ്പുറത്ത് നിങ്ങൾക്ക് മൂന്നാമത്തെ ഒരു സാധനമാണ് കോർപ്പറേഷൻ. അവർ തന്നെ ചോദിച്ചു നമ്മുടെ കുറച്ച് ആളുകൾ വ്യവസായം തുടങ്ങട്ടെ. അതെ, എന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല? ഈ എക്സ്പീരിയൻസ് വ്യവസായത്തിനും കൊള്ളാമല്ലോ. അതെ, അവരുടെ ആ ലൈഫ് എക്സ്പീരിയൻസ് വ്യവസായത്തിനും കൊള്ളു. അങ്ങനെ വളരെ കുറച്ച് പേരെ കാണുന്നുള്ളൂ. അപ്പോൾ പൊളിറ്റിക്സ് കൂടി ഇങ്ങനെ വരുന്ന 3-4 പന്താവുകളൊക്കെയാണ്. ഇതെല്ലാം കേരളത്തിൻ്റെ സെറ്റ്. അതിന് ഡെമോക്രസിയിൽ ഇതൊന്നും വേണ്ടാത്തതല്ല, ഇതെല്ലാം വേണ്ടതാണ്. പക്ഷേ അതിനകത്ത് നിന്ന് ഇതും കൂടെ വേണ്ടതാണ് എന്നുള്ളൊരു ബോധം. അതുപോലെ തന്നെ നമുക്ക് വേറൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സമൂഹമായിട്ടുള്ള മാറേണ്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ ആ ഒരു സമൂഹത്തിൽ ഏറ്റവും ബൂർഷ്വ, കുത്തക, മുതലാളി, സ്വകാര്യ, ഇതെല്ലാം മോശമാണെന്നുള്ളൊരു കൺസെപ്റ്റ്. അതിനെ നമ്മൾ മാറാത്തരത്തിലും കാലത്ത് ശരിയാകില്ല. പിന്നെ നമ്മളുടെ പുരോഗമനം എന്ന് പറയുന്നത് കലയും സാഹിത്യവും. അതെ, അത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രമാണത്തിന് എല്ലാ സാധനവും വേണം. ഇക്കണോമിക് ആക്ടിവിറ്റി വേണം, കല വേണം, സാഹിത്യം വേണം, സിനിമ വേണം, ഇതെല്ലാം വേണം. അപ്പോൾ ചില കാര്യത്തിന് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തിട്ട് അതിൽ കൂടിയാണ് പ്രോഗ്രസ് എന്ന്, അതിൽ കൂടെ മാത്രമേ പ്രോഗ്രസ് ഉള്ളൂ എന്ന് ഒരു സമൂഹം ചിന്തിക്കാൻ തുടങ്ങിയാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അതെ. അപ്പം നമ്മുടെ ഇവിടുത്തെ വിചാരം അങ്ങനത്തെ ചില മേഖല ഒന്നും വേണ്ടാത്തതല്ല. എവറിഥിങ് ഈസ് കോൺട്രിബ്യൂട്ടിങ് ടു ഹ്യൂമൻ പ്രോഗ്രസ്. യെസ്, അല്ലേ? നല്ല എഴുത്തുകാരും, നല്ല സിനിമാ നടന്മാരും, നല്ല നാടകക്കാരും, നല്ല പെയിൻറ്റർമാരും എല്ലാം ഒരു സമൂഹത്തിന് ആവശ്യം തന്നെയാണ്. പക്ഷേ എല്ലാവർക്കും സമൂഹം മൊത്തമായിട്ട് എടുത്തു കഴിയുമ്പോൾ അവർക്കെല്ലാം ഒരേപോലത്തെ റിക്കഗ്നീഷനും ഒരേപോലത്തെ എൻകറേജ്മെൻറ്റും കേരള സമൂഹത്തിൽ ഇല്ല എന്നുള്ളത് വർഷങ്ങളായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നല്ലൊരു ഉദ്യോഗസ്ഥനെ നമ്മൾ ആദരിക്കത്തില്ല, നല്ലൊരു വ്യവസായിയെ ആദരിക്കത്തില്ല, നല്ലൊരു തൊഴിലാളിയെ ആഗ്രഹിക്കത്തില്ല. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം തേങ്ങ കയറാൻ ആളില്ലാത്തപ്പോൾ തേങ്ങ കൊടുത്തിട്ട് ഇടുന്നതാണ് ഗീത ദൈവം. എൻ്റെ വീട്ടിൽ അരയ്ക്കാൻ തേങ്ങ ഇല്ലാത്തപ്പം എവിടെയെങ്കിലും ഒരാളിനെ കിട്ടിക്കഴിഞ്ഞാൽ അവനെ ഞാൻ ആദരിക്കണ്ടേ? അത് ചെയ്യണം. അപ്പം അങ്ങനെ ഏത് മേഖല എടുത്താലും അതിനെല്ലാം സമൂഹത്തിൽ ഒരു ഇതുണ്ടെന്നുള്ളത് പരമസത്യം. ചിലതിന് അൺഡ്യൂ ഇമ്പോർട്ടൻസ് സമൂഹം കൊടുത്തു കഴിഞ്ഞാൽ ശരിയല്ല. അവാർഡ് എന്ത് അവാർഡ്? ഞാനാണ് ആദ്യം നമ്മുടെ ഇൻഡസ്ട്രിയിൽ സ്മോൾ ഇൻഡസ്ട്രീസ് അവാർഡ് ഉണ്ടായിരുന്നു. അതിനപ്പുറം ഞാൻ KSRTC ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു നല്ല വ്യവസായിയെ വിളിച്ചിട്ട് അയക്കും ഒരു അവാർഡ്. അപ്പം ഇങ്ങനെ ഞാൻ അന്ന് മുതൽ വിചാരിച്ചു എന്തുകൊണ്ട് ഈ സമൂഹത്തിനും അതുപോലെ പോകട്ടെ. ഞാൻ എല്ലാം അവർക്ക് വേണ്ടി സപ്പോർട്ട് നൽകട്ടെ. ഞാൻ മൊത്തം സമൂഹത്തിൻ്റെ ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിൽ ചില കുറവുകൾ അത് നികത്തിപ്പോയെങ്കിൽ മാത്രമേ ബാലൻസ്ഡ് ആയിട്ട് പോകുള്ളൂ. ഇതൊന്നും അവരെ ആരെയും നമ്മൾ കുറച്ച് കാണുകയില്ല. ഇപ്പം നമ്മൾ ഒരു കാര്യം നോക്കിക്കോ, ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മൾ ഇത് കൊടുക്കുന്നവരെ നോക്കിക്കേ, പത്മശ്രീ. നമ്മൾ സാധാരണ മനുഷ്യർ പത്മശ്രീ കൊടുക്കാൻ തുടങ്ങിയില്ലേ? അതെ അതെ, വളരെ ഓർഡിനറി, വളരെ ഓർഡിനറി, അവിടെ കേട്ടിട്ടില്ലാത്ത അങ്ങനെ മറ്റേ മുഴുവനും ആർട്ട് മേഖലയിലുള്ള ഡോക്ടർമാരും അല്ല, അവരെ അംഗീകരിക്കണം, എല്ലാം വേണം. അപ്പോൾ അത് ഷിഫ്റ്റ് എന്ത് ചെയ്തല്ലോ എന്ന് പറഞ്ഞ പോലെ കേരളത്തിലും ഈ അവാർഡും അംഗീകാരവും ഒക്കെ കുറച്ചുകൂടി ബ്രോഡ് ബേസ്ഡ് ആയി കഴിയുമ്പോൾ അതിനകത്ത് നല്ലൊരു കോൺട്രിബ്യൂട്ടേഴ്സാണ് സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രോഗ്രസ്സിലെ സംരംഭകർ. അതാണ് ഞാൻ അന്ന് പോലെ ഈ സംരംഭകത്വം എന്ന് പറയുന്നത്. സംരംഭകത്വം എന്ന് പറയുന്നത് അതൊരു സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒഴിച്ചുകൂടാൻ വളരെ പ്രധാനപ്പെട്ട
മറ്റേതിനേക്കാളും പ്രധാനപ്പെട്ടതാണ്. കാരണം അതൊരു എക്കണോമിക് എംപ്ലോയ്മെന്റ് പ്രൊവൈഡ്. അതെ, ജോബ് പ്രൊവൈഡർ ഈസ് എ പേഴ്സൺ ഹു ഈസ് ടു ബി സെലിബ്രേറ്റഡ് അപ്പോ. അബ്സല്യൂട്ട്ലി. അത് ഒരു കാലത്ത് ഉണ്ടാവും. അത് എത്രയും കാലത്ത് അത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ 2002 മുതൽ നമ്മൾ ശ്രമിച്ചുകൊണ്ട്. അന്ന് ഞാൻ ഇപ്പോഴും പുറകോട്ട് തന്നെ ഒന്നുകൂടെ പോവുക. ഞാൻ ഇങ്ങനെ ജോലി കൊടുത്തുകൊണ്ടിരുന്ന ആളുകളെ ഈ ലേബർ കമ്മീഷൻ ആയിരുന്നപ്പം മറ്റവര് എത്ര മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അത് എന്നെ വളരെ ഫീൽ ചെയ്തു. ഞാനൊരു മുതലാളിയല്ല, ഞാൻ ഒരു കർഷകന്റെ മകനാണെന്ന്. പക്ഷേ ഈ എത്ര പേർക്ക് ജോലി കൊടുത്ത ഒരാളിനെ എത്ര ഇരുത്തിയിട്ട് എത്ര മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അതെന്തിനാണ്? അതുകൊണ്ട് എന്ത് നേടും എന്നൊക്കെ എൻ്റെ മനസ്സിനെ അന്ന് പോലെ തോന്നിയിട്ടുണ്ട്. അല്ലാതെ ഞാനിപ്പോഴും വ്യവസായം നടത്തുന്നുമില്ല, ഇപ്പോഴും എനിക്കതൊന്നുമില്ല. അപ്പം ഞാൻ ആ ഒരു പാർട്ടിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് എനിക്ക് പബ്ലിക്കിൽ നിന്ന് കിട്ടിയ നിയോഗം, സർക്കാർ തന്ന ജോലി, അതിനകത്ത് നിന്ന് നമുക്ക് കിട്ടിയ ഒരു കാര്യം വഹിച്ചു മാത്രം. അപ്പോൾ ഇങ്ങനെ വിവിധ മേഖലയിലുള്ളവരെ ആദരിക്കുന്നതിനോടൊപ്പം സംരംഭകർക്കും അതിൻ്റെ റെക്കഗ്നിഷനും മാതൃകയും കിട്ടണം എന്നാണ് സാർ. താങ്ക് യു വെരി മച്ച്.